Dear students, welcome to Learner's World. In this video, I'm going to talk about introducing master filmmakers, fundamentals of film studies, FIUGP, semester 5, BA English Language and Literature, Calcutta University. Introducing master filmmakers. ഇപ്പോൾ പ്രമുഖ ചലച്ചിത്ര സംവിധായകരെ പരിചയപ്പെടുന്ന ഒരു ആമുഖം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടോപ്പിക് പറയുന്നത്. The history of cinema has been shaped by many great filmmakers who introduced new ideas, unique styles, and powerful ways of telling stories. These directors are called master filmmakers because their films influence cinema all over the world. അപ്പോൾ മാസ്റ്റർ ഫിലിം മേക്കേഴ്സ്, അതായത് സിനിമയുടെ ചരിത്രം, പുതിയ ആശയങ്ങളും വ്യത്യസ്തമായ അവതരണ ശൈലികളും ശക്തമായ കഥ പറച്ചിൽ രീതികളും അവതരിപ്പിച്ച നിരവധി മഹാനായ സംവിധായകരാൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഒരു സിനിമ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് എന്ന് വിളിക്കാം. അതിൻ്റെ കാരണം അവരുടെ സിനിമകൾ ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര രംഗത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മാസ്റ്റർ ഫിലിം മേക്കേഴ്സിൻ്റെ അവരെക്കുറിച്ച് ജസ്റ്റ് ഒരു വിവരണം നൽകുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ചാർലി ചാപ്ലിൻ. Charlie Chaplin was one of the greatest actors, directors and comedians of the silent film era. അപ്പോൾ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് സൈലൻറ്റ് ഫിലിം കാലഘട്ടത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ. നിശബ്ദ സിനിമകളിലെ ഏറ്റവും മികച്ച നടനും സംവിധായകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹി ബിക്കെയിം ഫേമസ് ഫോർ ഹിസ് ക്യാരക്ടർ ദ ട്രാമ്പ്, എ പുവർ but kind and funny man who faced life's problems with hope and humor. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദ ട്രാമ്പ്. ദരിദ്രനും എന്നാൽ നല്ല കൈൻഡ്നെസ് ആയിട്ടുള്ള നർമ്മബോധമൊക്കെയുള്ള ഒരാളായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. Chaplin used body language, facial expressions and comedy to make people laugh while also showing serious issues like poverty, unemployment and injustice. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സംഭാഷണങ്ങൾ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷനും അദ്ദേഹത്തിൻ്റെ ഹ്യൂമറൊക്കെ ഉപയോഗിച്ച് ആളുകളെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അസമത്വം, മനുഷ്യവേദന തുടങ്ങിയിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും ഹ്യൂമറൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ദിസ് ഫിലിംസ് പ്രൂവ്ഡ് ദാറ്റ് ഇമോഷൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിത്തൗട്ട് ഡയലോഗ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഡയലോഗുകൾ, അതായത് സംഭാഷണങ്ങളില്ലാതെയും വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാമെന്ന് തെളിയിച്ച സിനിമകളാണ്. ഇൻ മോഡേൺ ടൈംസ് 1936 Chaplin shows how factory workers suffer because of machines and difficult working conditions. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് മോഡേൺ ടൈംസ്. ഇതിൽ ഫാക്ടറി വർക്കേഴ്സ് എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്, ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് വർക്കിംഗ് കണ്ടീഷനിൽ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻ ദ കിഡ് ഹി ഷോസ് ലവ് ബിറ്റ്വീൻ എ പുവർ മാൻ ആൻഡ് ആൻ ഓർഫൺ ചൈൽഡ്. കിഡ് അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ഒരു പുവറായിട്ടുള്ള ഒരു മനുഷ്യനും അതുപോലെ ഒരു ഓർഫൻ ചൈൽഡും തമ്മിലുള്ള ഒരു ലവിനെ കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അടുത്തത് ആൽഫ്രഡ് ഹിച്ച്കോക്കാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഇസ് നോൺ ആസ് ദ മാസ്റ്റർ ഓഫ് സസ്പെൻസ്. അപ്പോൾ സസ്പെൻസിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഹി മെയ്ഡ് ത്രില്ലർ ഫിലിംസ് ദാറ്റ് കെപ്റ്റ് ഓഡിയൻസ് നെർവസ് ആൻഡ് എക്സൈറ്റഡ്. അതുപോലെ ഓഡിയൻസിനെ ആകാംക്ഷയിലും അതുപോലെ ഭയത്തിലും നിർത്തുന്ന ത്രില്ലർ സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. യൂസ്ഡ് ക്യാമറ ആംഗിൾസ്, എഡിറ്റിംഗ്, മ്യൂസിക് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ടു ക്രിയേറ്റ് ഫിയർ ആൻഡ് സസ്പെൻസ്. അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ ആംഗിളുകൾ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള കഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ ഉപയോഗിച്ച്
സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ് ഫിലിംസ് ഓഫൻ ഡീൽ വിത്ത് ക്രൈം, മിസ്റ്ററി, ഗിൽറ്റ് ആൻഡ് സൈക്കോളജിക്കൽ ടെൻഷൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ക്രൈം, കുറ്റകൃത്യങ്ങൾ, ഭയം, കുറ്റബോധം, രഹസ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടായിരുന്നു. ഇൻ സൈക്കോ, ദ ഫേമസ് ഷോവർ സീൻ ക്രിയേറ്റ്സ് ഫിയർ ത്രൂ എഡിറ്റിംഗ് ആൻഡ് മ്യൂസിക്. സൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഷവർ സീൻ ഉണ്ട്. അത് എഡിറ്റിങ്ങിലൂടെയും മ്യൂസിക്കിലൂടെയൊക്കെ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് റയർ വിൻഡോ, a man solves a murder mystery by watching his neighbors from his apartment. റയർ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരാൾ ഒരു മേർഡർ മിസ്റ്ററി, ഒരു നിഗൂഢമായിട്ടുള്ള ഒരു കൊലപാതകം അത് തെളിയിക്കുന്നുണ്ട് തൻ്റെ വീടിനടുത്തുള്ള നെയ്ബേഴ്സിനെ വാച്ച് ചെയ്തുകൊണ്ട്, തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നുകൊണ്ട്. അടുത്തത് ആൻഡ്രേ ടക്കോസ്കി. Andrei Tarkovsky was a Russian filmmaker known for slow, poetic and philosophical films. അദ്ദേഹം ഒരു റഷ്യൻ സംവിധായകനായിരുന്നു. അതുപോലെ വളരെ സാവധാനത്തിലുള്ളതും അതുപോലെ കവിതാ സ്വഭാവമുള്ളതുമായിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിസ് മൂവീസ് എക്സ്പ്ലോർ ഡ്രീംസ്, മെമ്മറീസ്, നേച്ചർ, സ്പിരിച്വാലിറ്റി ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടുതലും വരുന്ന തീംസ് എന്ന് പറയുന്നത് മെമ്മറീസ്, അതുപോലെ ഡ്രീംസ്, സ്വപ്നങ്ങളും ഓർമ്മകളും, പ്രകൃതി, ആത്മീയത, ജീവിതത്തിൻ്റെ അർത്ഥം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കൂടുതലും വിഷയമായിട്ട് വരുന്നത്. ഐ ബിലീവ്ഡ് സിനിമ ഷുഡ് ഹെൽപ്പ് പീപ്പിൾ തിങ്ക് ഡീപ്ലി റാദർ ദാൻ സിംപ്ലി എൻ്റർടൈൻ ദം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സിനിമ വെറും ഒരു വിനോദമല്ല, ചിന്തിപ്പിക്കുന്ന ഒരു കലാരൂപമാണെന്നാണ് അദ്ദേഹം ബിലീവ് ചെയ്യുന്നത്. സ്റ്റാക്കർ എക്സ്പ്ലോർസ് ഹോപ്പ്, ഫെയ്ത്ത് ആൻഡ് ഹ്യൂമൻ ഡിസൈർ ത്രൂ മിസ്റ്റീരിയസ് ജേർണി. അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയാണ് സ്റ്റാക്കർ. അതിൽ പ്രതീക്ഷ, വിശ്വാസം, മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഒരു മിസ്റ്റീരിയസ് ജേർണിയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. മിറർ കമ്പൈൻസ് മെമ്മറീസ് ആൻഡ് ഡ്രീംസ് ടു റിഫ്ലക്റ്റ് ഓൺ ലൈഫ്. മിറർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. അടുത്തത് അക്കിറ കുറോസാവയാണ്. അക്കിറ കുറോസാവ വാസ് വൺ ഓഫ് ജപ്പാൻസ് ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കേഴ്സ്. ജപ്പാനിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് അക്കിറ കുറോസാവ. ഹിസ് ഫിലിംസ് ഫോക്കസ് ഓൺ കറേജ്, ജസ്റ്റിസ്, ഓണർ, ലോയൽറ്റി ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ധൈര്യം, നീതി, ബഹുമാനം, വിശ്വസ്തത, മനുഷ്യമൂല്യങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു തീം എന്ന് പറയുന്നത്. He created strong characters and exciting stories that influenced filmmakers across the world. അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ, അതുപോലെ മികച്ച രീതിയിലുള്ള കഥ പറച്ചിലൊക്കെ അദ്ദേഹത്തിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിരുന്നു. സെവൻ സാമുറായി tells the story of 7 warriors protecting a village from bandits. It inspired many later films including The Magnificent Seven. അദ്ദേഹത്തിൻ്റെ 7 സാമുറായി എന്ന സിനിമ ലോകമെമ്പാടുമുള്ള സംവിധായകരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അടുത്തത് ഇംഗ്മർ ബെർഗ്മാൻ വാസ് എ സ്വീഡിഷ് ഡയറക്ടർ ഹു എക്സ്പ്ലോർഡ് ഹ്യൂമൻ ഇമോഷൻസ്, ലോൺലിനെസ്, ഫെയ്ത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് ഡെത്ത്. അദ്ദേഹം ഒരു സ്വീഡനിലെ പ്രശസ്ത സംവിധായകനായിരുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾ, ഏകാന്തത, വിശ്വാസം, ബന്ധങ്ങൾ, മരണം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നത്. ഹിസ് ഫിലിംസ് ഓഫൺ ആസ്ക് ഡീപ്പ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലൈഫ് ആൻഡ് ദ ഹ്യൂമൻ മൈൻഡ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, മനസ്സിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉയർന്നിരുന്നു. ദ സെവൻ സീൽ ഷോസ് എ നൈറ്റ് പ്ലേയിങ് ചെസ് വിത്ത് ഡെത്ത് വൈൽ സെർച്ചിങ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ദ സെവൻ സീൽ എന്ന് പറയുന്നത് ഒരു നൈറ്റ് പ്ലെയിൻ ചെസ്സ്, ഡെത്തുമായിട്ട് ഒരു ചെസ്സ് കളി, അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ജീവിതത്തിലെ മീനിങ് എന്താണ്, ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ജീവിതത്തിൻ്റെ മീനിങ് സെർച്ച് ചെയ്യുന്നതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വൈൽ സ്ട്രോബെറീസ് എക്സ്പ്ലോർസ് മെമ്മറീസ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് വൈൽ സ്ട്രോബെറീസ്. അതിൽ ഓർമ്മകളും
സ്വയം കണ്ടെത്തലുകളൊക്കെയാണ് നടക്കുന്നത്. അബ്ബാസ് കിയാറോസ്റ്റമി, he was an Iranian filmmaker known for simple and realistic films about ordinary people. അദ്ദേഹം ഒരു ഇറാനിയൻ സംവിധായകനായിരുന്നു. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ ലളിതവും യഥാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഓഫർ മിക്സ്ഡ് റിയാലിറ്റി വിത്ത് ഫിക്ഷൻ ആൻഡ് ഫോക്കസ്ഡ് ഓൺ എവറിഡേ ലൈഫ്, മേക്കിംഗ് ഓഡിയൻസസ് തിങ്ക് അബൌട്ട് ട്രൂത്ത് ആൻഡ് ഹ്യൂമൻ നേച്ചർ. അതായത് യാഥാർത്ഥ്യവും അതുപോലെ സാങ്കല്പികതയൊക്കെ കൂട്ടിച്ചേർത്ത് മനുഷ്യജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ടേസ്റ്റ് ഓഫ് ചെറി ഫോളോസ് എ മാൻ സെർച്ചിങ് ഫോർ someone to help him after his planned death, raising questions about life and hope. Where is a friend's house tells the simple story of a boy trying to return his friend's notebook. അപ്പോൾ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സിനിമകളാണ്. നെക്സ്റ്റ് ആഗ്നസ് വർദ്ധ. Agnes Varda was one of the leading directors of the French New Wave. ഫ്രഞ്ച് ന്യൂ വേവ് പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ സംവിധായികയായിരുന്നു ആഗ്നസ് വർദ്ധ എന്ന് പറയുന്നത്. ഷീ മേഡ് ഫിലിംസ് അബൌട്ട് വുമൺ ഐഡൻറ്റിറ്റി, സൊസൈറ്റി, മെമ്മറി ആൻഡ് എവറിഡേ ലൈഫ്. അപ്പോൾ സ്ത്രീകൾ, സമൂഹം, ഓർമ്മകൾ, വ്യക്തിത്വം തുടങ്ങിയിട്ടുള്ളൊക്കെയാണ് അവരുടെ സിനിമകളിലെ പ്രധാന വിഷയങ്ങൾ. ഷീ മിക്സ്ഡ് ഡോക്യുമെൻ്ററി ആൻഡ് ഫിക്ഷൻ സ്റ്റൈൽസ് ആൻഡ് എൻകറേജ് ക്രിയേറ്റീവ് ഫിലിം മേക്കിംഗ്. അപ്പോൾ ഡോക്യുമെൻ്ററിയും അതുപോലെ കഥ, സിനിമയും സംയോജിപ്പിച്ച പുതിയൊരു അവതരണ രീതിയാണ് അവർ ഇതിൽ പരീക്ഷിച്ചിരിക്കുന്നത്. ക്ലിയോ ഫ്രം 5 to 7 ഫോളോസ് എ യങ് സിംഗർ വെയിറ്റിംഗ് ഫോർ ഹർ മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ട് വൈൽ തിങ്കിങ് അബൌട്ട് ലൈഫ് ആൻഡ് ഡെത്ത്. ക്ലിയോ ഫ്രം 5 to 7 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ്. അതിലൊരു യങ് സിംഗർ ഒരു മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, ലൈഫ് ആൻഡ് ഡെത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട സിനിമയാണ് ദ ഗ്ലീനേഴ്സ് ആൻഡ് ഐ. ഇറ്റ്സ് എ ഡോക്യുമെൻ്ററി അബൌട്ട് പീപ്പിൾ ഹു കളക്ട് ലെഫ്റ്റ് ഓവർ ഫുഡ് ആൻഡ് ഒബ്ജക്ട്സ്. അപ്പോൾ ലെഫ്റ്റ് ഓവർ ഫുഡും ഒബ്ജക്ട്സും ഒക്കെ കളക്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ദ ഗ്ലീനേഴ്സ് ആൻഡ് ഐ എന്ന് പറയുന്നത്. അടുത്തത് സത്യജിത് റായ് ആണ്. സത്യജിത് റായ് ഈസ് വൺ ഓഫ് India's greatest filmmakers. His film shows the lives, struggles, hopes and emotions of ordinary people with honesty and realism. അപ്പോൾ സത്യജിത് റായ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതം, പോരാട്ടം, പ്രതീക്ഷകൾ, വികാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക്കായിട്ട് സിനിമകളിൽ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. ഈ സ്റ്റോറി ടെല്ലിംഗ് ഈസ് സിമ്പിൾ, ഇമോഷണൽ ആൻഡ് ഡീപ്ലി ഹ്യൂമൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്, കഥ അവതരിപ്പിക്കുന്ന രീതി വളരെ സിമ്പിളാണ്, ഇമോഷണലാണ്, ഡീപ്ലി ഹ്യൂമനാണ്. പദർ പഞ്ചാലി ടെൽസ് ദ സ്റ്റോറി ഓഫ് എ പൂർ വില്ലേജ് ബോയ് നെയ്മഡ് അപ്പു ആൻഡ് ഹിസ് ഫാമിലി. It is the first film in the famous Appu trilogy, which brought Indian cinema international recognition. അപ്പോൾ പദർ പാഞ്ചാലി അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പു ട്രിലജി ഇന്ത്യൻ സിനിമയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്ത ഒരു ട്രിലജിയാണിത്. അതിലെ ഒരു ഫസ്റ്റ് ഫിലിമാണ് പദർ പാഞ്ചാലി എന്ന് പറയുന്നത്. അടുത്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഫിലിം മേക്കേഴ്സ് ഇൻ മലയാളം സിനിമ. മലയാള സിനിമയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഹിസ് ഫിലിംസ് ഫോക്കസ് ഓൺ കേരളാസ് കൾച്ചർ, ട്രഡീഷൻ, സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. കേരളത്തിൻ്റെ സംസ്കാരം, പാരമ്പര്യം, സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഒരു തീം എന്ന് പറയുന്നത്. ഈസ് നോൺ ഫോർ റിയലിസ്റ്റിക് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് ഫിലിം മേക്കിംഗ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യപരമായ കഥ പറച്ചിലും അതുപോലെ കലാപരമായ അവതരണവുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എലിപ്പത്തായം ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മാൻ ഹു റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് സോഷ്യൽ ചേഞ്ച്. എലിപ്പത്തായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ പറയുന്നത് ഒരു മനുഷ്യൻ സാമൂഹിക മാറ്റങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന, നിരസിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണത്. അതുപോലെ മതിലുകൾ ബേസ്ഡ് ഓൺ വൈക്കം മുഹമ്മദ് ബഷീർസ് നോവൽ എക്സ്പ്ലോർ ലോൺലിനെസ് ആൻഡ് ലവ്. മതിലുകൾ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട്
നിർമ്മിച്ചൊരു സിനിമയാണ്. ഏകാന്തത, സ്നേഹം, ഇതൊക്കെയാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന തീംസ്. അടുത്തത് ഔസ്മാൻ സെമ്പന. ഔസ്മാൻ സെമ്പന ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ആഫ്രിക്കൻ സിനിമ. ആഫ്രിക്കൻ സിനിമയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഔസ്മാൻ സെമ്പന. He used films to discuss colonialism, poverty, injustice, women's rights and African culture. അപ്പോൾ കോളനി വാഴ്ച, ദാരിദ്ര്യം, സാമൂഹിക അനീതി, സ്ത്രീകളുടെ അവകാശങ്ങൾ, ആഫ്രിക്കൻ സംസ്കാരം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നത്. ഹിസ് ഫിലിംസ് ഗേവ് ഓർഡിനറി ആഫ്രിക്കൻ പീപ്പിൾ എ വോയിസ്. അതോടൊപ്പം തന്നെ സാധാരണ ആഫ്രിക്കൻ ജനങ്ങളുടെ ആഫ്രിക്കൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വോയിസ് ഉയർത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് അദ്ദേഹം ഓർഡിനറി ആഫ്രിക്കൻ പീപ്പിളിന് വേണ്ടിയിട്ട് വോയിസ് ഉയർത്തിയിട്ടുള്ളത്. ബ്ലാക്ക് ഗേൾ ടെൽസ് എ സ്റ്റോറി ഓഫ് എ യങ് ആഫ്രിക്കൻ വുമൻ വർക്കിംഗ് ഇൻ ഫ്രാൻസ് ആൻഡ് ഫേസിങ് ഡിസ്ക്രിമിനേഷൻ. ബ്ലാക്ക് ഗേൾ എന്ന് പറയുന്നത് അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. അതിൽ പറയുന്നത് ഒരു യങ് ആഫ്രിക്കൻ വുമൺ, ഫ്രാൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് ആഫ്രിക്കൻ വുമൺ, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന വിവേചനങ്ങളാണതിൽ തുറന്നു കാണിക്കുന്നത്. അതുപോലെ മൂലാഡ് ഓപ്പോസസ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ആൻഡ് സപ്പോർട്ട്സ് വുമൻസ് റൈറ്റ്സ്. വുമൻസ് റൈറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവിയാണിത്.